ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് ഗ്രേറ്റ്. അപ്പോൾ ഇന്നൊരു Q&A വ്ളോഗാണ് കേട്ടോ. ലൈക്ക് ഇന്നൊരു പുതിയൊരു സെറ്റപ്പിലാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. ലൈക്ക് പുറത്തുനിന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു ട്രിപ്പൊക്കെ പോകാൻ പോവാണ്. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മുടെ Q&A വ്ളോഗ് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. റീസെൻ്റ്ലി ഞാൻ ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലും റീസെൻ്റ്ലി ഞാൻ ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായി. ലൈക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളാൻ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് അതിനകത്ത് അത്യാവശ്യം കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായി. അപ്പോൾ അതിനൊക്കെ ഞാനൊന്ന് ആൻസർ ചെയ്തിട്ട് ഇനിയുള്ള വ്ളോഗ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ലൈക്ക് ഐ തിങ്ക് നോബഡി നോസ് മീ ബെറ്റർ. എന്നെ അങ്ങനെ ഒരുപാട് പേർക്കൊന്നും അറിയില്ല പേഴ്സണൽ ലൈഫൊന്നും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ട് എന്തായാലും ഇനി അടുത്ത വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. സോ ഫസ്റ്റ് എനിക്ക് റീസെൻ്റ്ലി വന്നിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ആണ് ഫസ്റ്റ് ഞാൻ ആൻസർ ചെയ്യാൻ പോകുന്നത്. ലൈക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് എനിക്ക് സെയിം പോലെ തന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്തിട്ട് തുടങ്ങാം. ടെൽ us about yourself. അപ്പോൾ അതിൽ തന്നെ നമുക്ക് തുടങ്ങാം. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ലൈക്ക് യുവർ ഏജ് ആൻഡ് യുവർ പ്ലേസ്, ദെൻ വെയർ ഇൻ ഇന്ത്യ, എബൌട്ട് ഫാമിലി, മാരീഡ് ആണോ, അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ കൂടി ഒറ്റൊരു ആൻസറിൽ നമുക്ക് പറയാം. റിയൽ നെയിം ഷാക്കിറ എന്നാണ്. എൻ്റെ ഇൻസ്റ്റഗ്രാമിലും അതുപോലെ യൂട്യൂബിലൊക്കെ ഷാക്കി എന്നാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഐ എം 25 years old. ശരിക്കും എൻ്റെ ഹോം ടൗൺ എന്ന് പറഞ്ഞാൽ മൂവാറ്റുപുഴയിലാണ്. എറണാകുളം ഡിസ്ട്രിക്റ്റിൽ മൂവാറ്റുപുഴയാണ് എൻ്റെ പ്ലേസ്. ബട്ട് ഞാൻ മാരീഡ് ആണ്. എൻ്റെ ഹസ്ബൻഡ് ഹോം തൃശ്ശൂരാണ്, വാടാനപ്പള്ളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലേസ് ആണ്. വി ഹാവ് എ ഡോട്ടർ ആൻഡ് അവൾക്ക് 2 വയസ്സായിട്ടുണ്ട്. ഹാല എന്നാണ് അവളുടെ പേര്. എൻ്റെ ഹസ്ബൻഡ് നെയിം ബിലാൽ എന്നാണ്, ഞാൻ ബില്ലു എന്നാണ് വിളിക്കുന്നത്. ആൻഡ് ദെൻ എൻ്റെ സ്വന്തം വീട്ടിൽ എൻ്റെ വാപ്പ, ഉമ്മ, അതുപോലെ എനിക്കൊരു എൽഡർ സിസ്റ്റർ ആണുള്ളത്. സെയിം ലൈക്ക് ഹിയർ എൻ്റെ ഹസ്ബൻഡ് ഹോമിലും ഇതുപോലെ തന്നെയാണ്. വാപ്പ, ഉമ്മ, അതുപോലെ തന്നെ ഒരു എൽഡർ സിസ്റ്റർ ആണുള്ളത്. അപ്പോൾ അതൊക്കെയാണ് ലൈക്ക് ഫാമിലി. ആൻഡ് വി ആർ സെറ്റിൽഡ് ഇൻ ബഹ്റൈൻ. അപ്പോൾ ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത് വെക്കേഷന് വന്നേക്കണേ. ലൈക്ക് ഞാൻ ഹസ്ബൻഡിൻ്റെ വെക്കേഷന് 1 month മുമ്പ് എൻ്റെ നാട്ടിലേക്ക് വന്നു, കുറച്ചും കൂടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നലെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വ്ളോഗ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് ഞാൻ ഈ Q&A പോസ്റ്റ് ചെയ്തതിന് ശേഷം ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്. ആൻഡ് എൻ്റെ ഫ്രണ്ടിലൊരു ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. ആ വ്യൂ എന്താ ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഫ്രണ്ടിലുള്ള ബ്യൂട്ടിഫുൾ വ്യൂ ഇതാണ്. എൻ്റെ ഹസ്ബൻഡ് ആൻഡ് മൈ ഡോട്ടർ. ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഇവരിതൊരു വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇവരെനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി കാറിൽ പുറത്തേക്ക് ഇറങ്ങിയെന്ന് ലൈക്ക് അവർ സ്പെൻഡ് ചെയ്യാണ്. അപ്പോൾ എൻ്റെ മോളെ എൻ്റെ ഹസ്ബൻഡിനെയൊക്കെ വീഡിയോയിൽ കാണിക്കുമെന്ന് ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ്. ലൈക്ക് ഇനിയുള്ള വീഡിയോസിലൊക്കെ ഇവരൊക്കെ ഉണ്ടാവും കേട്ടോ. സോ കുറച്ചൊരു വണ്ടി സ്റ്റാർട്ടിങ്ങിലായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നി നിങ്ങൾക്ക് സൗണ്ട് ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുണ്ടാവുന്നു. ബട്ട് ഞാനിപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട്. വെർ ഡു യു നോർമലി ഗെറ്റ് യുവർ കുർത്തീസ് എക്സെപ്റ്റ് ഓൺലൈൻ? ഞാൻ എൻ്റെ ഡ്രസ്സസൊക്കെ കൂടുതലും ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ വാങ്ങിക്കുന്നത് ലൈക്ക് ഇങ്ങനത്തെ ഡ്രസ്സസൊക്കെ ഞാൻ ഫ്ലിപ്കാർട്ട്, ആമസോൺ, മീഷോ എന്നൊക്കെ വാങ്ങിക്കും. അല്ലാണ്ട് ഓൺലൈൻ അല്ലാണ്ട് ഞാൻ വീടിൻ്റെ അടുത്തുനിന്നുള്ള ഏതെങ്കിലും ബൊട്ടിക്സ് എന്നൊക്കെയാണ് വാങ്ങിക്കുന്നത്. അങ്ങനെ ഇന്നടുത്തൊന്നുമില്ല, എറണാകുളം ആ ഒരു ഏരിയ എന്നാണ് ഞാൻ വാങ്ങിക്കുന്നത്. ഫ്ലിപ്കാർട്ട് ഒരു മീഷോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലെനിക്ക് പറയാനുള്ളത്, മീഷോയിലാവുമ്പോൾ കുറച്ചുകൂടെ റേറ്റ് കുറവിന് നമുക്ക് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊഡക്ട്സ് കിട്ടും. ബട്ട് ക്വാളിറ്റി വൈസ് കുറച്ചൊരു കുറവായിരിക്കും. ഫ്ലിപ്കാർട്ട് ആണെങ്കിൽ ഇത് മീഷോന്റെ കാര്യമാണ്. ഫ്ലിപ്കാർട്ട് ആണെങ്കിൽ കുറച്ചും കൂടെ റേറ്റ് കൂടുതലായിരിക്കും, ബട്ട് ക്വാളിറ്റി കുറച്ചുകൂടെ നല്ലതായിരിക്കും. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓക്കെ, വാട്ട് മെയ്ഡ് യു തിങ്ക് ടു സ്റ്റാർട്ട് എൻ യൂട്യൂബ് ചാനൽ? യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ ആലോചിച്ചത്, ലൈക്ക് എന്നെ അറിയില്ലാത്തവർക്ക് ഞാൻ പേഴ്സണലി പറയുന്നത്, ഞാൻ ഫസ്റ്റ് പറയേണ്ട ഒരു കാര്യമായിരുന്നു, ബട്ട് ഞാൻ പറഞ്ഞില്ല. ലൈക്ക് ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത്, ഞാനൊരു ഇൻസ്റ്റഗ്രാം കോണ്ടന്റ് ക്രിയേറ്ററാണ്. ഒരു 1.5 years മുമ്പാണ് ഞാൻ ഇൻസ്റ്റഗ്രാം ജേർണി സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് ഞാൻ അതിൽ കൂടുതലും പോസ്റ്റ് ചെയ്യുന്നത് ലൈക്ക് ഇങ്ങനെയൊക്കെ തന്നെ മിനി വ്ളോഗ്സ്, ഫാഷൻ റിലേറ്റഡ് ഒക്കെ കുറച്ച് ഉള്ളൂ. അത് കുറച്ച് പേര് അത് കാണാൻ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അത് പോസ്റ്റ് ചെയ്തത്. ആൻഡ് ദെൻ ട്രാവൽ വീഡിയോസ് ഒന്നും ഞാൻ അത്ര പോസ്റ്റ് ചെയ്തിട്ടില്ല. ഫാഷൻ മിനി വ്ളോഗ്സ് അങ്ങനെയൊക്കെയാണ് കൂടുതൽ എസ്തെറ്റിക് കണ്ടന്റ്സ് ആണ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത് ഇപ്പോൾ എല്ലാവരും കുറേ പേരൊക്കെ എന്നോട് ഇൻസ്റ്റഗ്രാമിൽ പറയുന്നുണ്ട് ലൈക്ക് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് നോക്ക്, എന്തായാലും നമ്മൾ ഇത്ര കഷ്ടപ്പെടുകയാണ്, അപ്പോൾ യൂട്യൂബ് ചാനലിലൂടെ പോട്ടെ. ലൈക്ക് എനിക്ക് യൂട്യൂബ് ചാനൽ എന്ന് പറയുന്ന ഒരു വരുമാനത്തിലും കൂടുതൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എൻ്റെ പേഴ്സണൽ ഒരു മെമ്മറി ആയിട്ടാണ്. കാരണം എനിക്കെല്ലാം കുറച്ച് നാൾ കഴിയുമ്പോൾ കാണണം. നമ്മൾ എല്ലാവരും പ്രായമായി വരും. അപ്പോൾ നല്ലൊരു പ്രായത്തിൽ നമ്മൾ കീപ്പ് ചെയ്യുന്ന കുറച്ച് ഗുഡ് മെമ്മറീസ്, അതാണ് ഞാൻ ഫസ്റ്റ് ഉദ്ദേശിക്കുന്നത്. മോണിറ്റൈസ്ഡ് ആണ് ഇഷ്ടമല്ല എന്നല്ല, എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. എൻ്റെ ലൈഫ് ടൈം മെമ്മറി നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ്, അത് ഞാൻ അങ്ങനെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഭയങ്കരമായിട്ട് എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ എന്നെ ഭയങ്കരമായിട്ട് നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ബട്ട് ഇപ്പോൾ ഞാൻ എന്തായാലും സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട് യൂട്യൂബ്. ഈ ഫോൺ ഇടയ്ക്കിടയ്ക്ക് ഇതാവുന്നുണ്ട്. ഓക്കെ, ഫേവറേറ്റ് യൂട്യൂബേഴ്സ് എനിക്ക് ഓൾ ടൈം എൻ്റെ ഫേവറേറ്റ് ആണ് അഹാന കൃഷ്ണ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് ഭയങ്കര എസ്തെറ്റിക് കണ്ടന്റ്സ് ആണ് തരുന്നത്. അതുപോലെ തന്നെ അപർണ തോമസിന്റെ വ്ളോഗ്സ് കാണാനും ഇഷ്ടമാണ്. എനിക്ക് അങ്ങനത്തെ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് ആണ് ഞാൻ കൂടുതലും കാണുന്നത്. അക്കോർഡിംഗ് ടു യു, വിച്ച് വാസ് ദ ബെസ്റ്റ് ആൻഡ് വേഴ്സ്റ്റ് പ്രൊഡക്റ്റ് യു ബോട്ട് ഓഫ്
ബോട്ട് ഫ്രം മീഷോ. ഓക്കെ, മീഷോ എന്ന് വാങ്ങിച്ചിട്ടുള്ള ഏറ്റവും നല്ലതും ചീത്താന്ന് അങ്ങനെ എനിക്ക് ഭയങ്കര ഗുഡ് ആൻഡ് ബാഡ് ക്വാളിറ്റി പറയാനൊന്നുമില്ല. ലൈക്ക് ഓക്കെ ഉള്ള പ്രൊഡക്ട്സ് ആണ് എനിക്ക് മോസ്റ്റ്ലി എനിക്ക് കിട്ടുന്നത്. അത് ഇങ്ങനെ കുറേ പേര് പറയുന്നുണ്ട് മീഷോ എന്നൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ ഓർഡർ ചെയ്ത പ്രൊഡക്റ്റ് അല്ല വന്നതെന്ന്. ബട്ട് എനിക്ക് ഇതുവരെ അങ്ങനെ പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. ഞാനെല്ലാം ഓർഡർ ചെയ്തത് നമുക്കറിയാം ഒരു എത്ര ക്വാളിറ്റി ഉണ്ടാവുന്നു. ലൈക്ക് ഓൾമോസ്റ്റ് അങ്ങനെയൊക്കെ തന്നെ വന്നിട്ടുണ്ട്. ഇതുവരെ ഒരു വേസ്റ്റ് എക്സ്പീരിയൻസ് എനിക്ക് പറയാനില്ല. ഓക്കെ, ആർ യു കറൻലി ഇൻ ബഹ്റൈൻ ഓർ ഇന്ത്യ? ഇപ്പം ഞാൻ ഇന്ത്യയിലാണുള്ളത്, നാട്ടിലാണുള്ളത്. ആൻഡ് ഞങ്ങൾ നെക്സ്റ്റ് മന്ത് ജൂൺ 30th or 29th ഞങ്ങൾ തിരിച്ചു പോകും. ആൻഡ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്കും ബേസിക്കലി പഠിച്ചത് +2 കഴിഞ്ഞിട്ട് BSc ഫിസിക്സ് ആയിരുന്നു. BSc ഫിസിക്സ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ദെൻ അതിനുശേഷം ഞാൻ 2 year ഡിപ്ലോമ കോഴ്സ് ചെയ്തു. ആൻഡ് അത് ചെയ്തത് ഡയാലിസിസ് ടെക്നീഷ്യൻ്റെ കോഴ്സായിരുന്നു. അത് കോട്ടയം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലായിരുന്നു. ദെൻ ഞാൻ എൻ്റെ അതിനുശേഷം ഞാൻ അങ്ങനെ വർക്ക് ചെയ്തില്ല, കാരണം അതിനുശേഷം കല്യാണം കഴിഞ്ഞു ഉടനെ പിന്നെ ഒരു 6 months ഞാൻ പ്രഗ്നന്റ് ആയി. ആ ടൈമിൽ ഞാനൊരു വർക്ക് ചെയ്തിട്ടുണ്ടായി ഓഫീസ് അഡ്മിനിസ്ട്രേറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായി. ആൻഡ് അതിനുശേഷം ദെൻ പ്രഗ്നന്റ് ആയപ്പോൾ തിരിച്ചു വന്ന ടൈമിൽ നാട്ടിലേക്ക് വന്ന ടൈമിലാണ് ഞാൻ മെഡിക്കൽ കോഡിങ് പഠിക്കുന്നതും മെഡിക്കൽ കോഡിങ് എക്സാം ഒക്കെ എഴുതിയിട്ടാണ് ഞാൻ ബഹ്റൈനിലേക്ക് തിരിച്ചു പോകുന്നത്. ആൻഡ് ആ ടൈമിൽ ഞാൻ അവിടെ ഒരു ഹോസ്പിറ്റലിൽ മെഡിക്കൽ ഇൻഷുറൻസ് ക്ലെയിം പ്രോസസറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായി. ലൈക്ക് ഒരു 6 months ബാക്ക് ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്തു. എനിക്ക് നാട്ടിൽ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായി. ഇപ്പോൾ ഇനിയിപ്പോൾ നാട്ടിൽ നിന്ന് വെക്കേഷനൊക്കെ കഴിഞ്ഞ് ചെന്നിട്ട് ഇനിയിപ്പോൾ ഒന്നുകൂടെ ജോബ് ഹണ്ടിങ് ആയിരിക്കും മെയിൻ. ലൈക്ക് ഡയാലിസിസ് ടെക്നീഷ്യൻ്റെ ജോബാണ് ചെയ്യാൻ കൂടുതലും ആഗ്രഹം. അപ്പോൾ അത് കിട്ടുമോ എന്ന് നോക്കണം. കിട്ടിയില്ലെങ്കിൽ മെഡിക്കൽ ഇൻഷുറൻസിലേക്ക് തന്നെ ജോബ് ട്രൈ ചെയ്യണം എന്നുണ്ട്. ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൂടുതൽ ക്വസ്റ്റ്യൻസും സെയിം റിപ്പീറ്റഡ് ആണ് കേട്ടോ. ഓക്കെ, ഗെറ്റ് റിഡ് ഓഫ് ഡാർക്ക് സ്പോട്ട്സ് ഹോം റെമഡീസ്. സിംപ്ലി പറയുകയാണെങ്കിൽ നല്ലൊരു സ്കിൻ കെയർ നമ്മൾ തന്നെ കണ്ടുപിടിക്കുക. നമ്മുടെ ഫേസിന് പറ്റുന്ന ഒരു സ്കിൻ കെയർ ചെയ്യാം. ഞാനിപ്പോൾ സ്കിൻ കെയർ ചെയ്തപ്പോൾ എനിക്ക് എൻ്റെ ഫേസിൽ 1 shade ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ എനിക്ക് എപ്പോഴും ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടാവുന്ന ആളായിരുന്നു. അപ്പോൾ എനിക്കിപ്പോൾ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞ പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾക്ക്, അതായത് എന്തെങ്കിലും ലൈക്ക് നമ്മുടെ സ്കിന്നിനെ ഒന്ന് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്കിൻ കെയർ തന്നെ ചെയ്യുക. നല്ലൊരു സ്കിൻ കെയർ ചെയ്യുക. അല്ലാണ്ട് എനിക്ക് ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് ഈ സ്കിൻ കെയർ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഹോം റെമഡീസോ മറ്റേ ഫേഷ്യൽ മാസ്കോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല. ബട്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യം കോഫി പൗഡർ, ഷുഗർ, റോസ് വാട്ടർ അത് മിക്സ് ചെയ്തിട്ട് ഫേസിൽ സ്ക്രബ് ചെയ്യുക. ലിപ്പിലൊക്കെ സ്ക്രബ് ചെയ്യാൻ പറ്റും. നല്ലോണം സ്ക്രബ് ചെയ്തിട്ട് വാഷ് ഔട്ട് ചെയ്യാം. അതിനുശേഷം കുറച്ച് ഹണി മാത്രം ഫേസിൽ തേച്ച് കുറച്ച് നേരം വച്ച് കഴിഞ്ഞാൽ നല്ല ഗ്ലോയി സ്കിൻ കിട്ടും. അത് ഒരു റെമഡിയാണ്. ലൈക്ക് ഞാനതൊരു യൂട്യൂബ് ഷോർട്ടിൽ എന്തായാലും റീസെന്റ് പോസ്റ്റ് ചെയ്യാം. ഓക്കെ, ദെൻ ഡേ ഇൻ മൈ ലൈഫ് ഞാൻ എപ്പോഴും പോസ്റ്റ് ചെയ്യുന്നതാണ്. ഞാൻ ഇനിയും ഡേ ഇൻ മൈ ലൈഫ് ഒരുപാട് പോസ്റ്റ് ചെയ്യും. എഡ്യൂക്കേഷനൊക്കെ പറഞ്ഞു. വൈ ഡിഡ് യു ചൂസ് കോണ്ടന്റ് ക്രിയേഷൻ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് നേരത്തെ തൊട്ടേ ഇങ്ങനെ എഡിറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഫാമിലിയിൽ ഞാനായിരിക്കും ഒരു നല്ല എഡിറ്റർ എന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ വീട്ടിൽ. കാരണം എനിക്ക് നന്നായിട്ട് എഡിറ്റ് ചെയ്യാനൊക്കെ അറിയാം. എന്നാൽ അത്യാവശ്യം നന്നായിട്ട് എഡിറ്റിംഗ് അറിയാം. പിന്നെ നമ്മൾ ചെയ്ത് നമ്മൾ കുറേയൊക്കെ പഠിച്ചു വന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫീൽഡിലേക്ക് അങ്ങനെ കയറി വന്നതാണ്. ദെൻ യുവർ ഫേവറേറ്റ് ലിപ് ഷെയ്ഡ്സ്. ഞാനിപ്പോൾ കറൻറ്റ്ലി ഇട്ടിരിക്കുന്നതാണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്. ഇതിൻ്റെ ഞാനൊരു ഷോർട്ട് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായി. ഇത് മെബിലിൻ്റെ സൂപ്പർ സ്റ്റേ വിനൈൽ ലിപ്സ്റ്റിക് ആണ്. ഇറെസിസ്റ്റബിൾ എന്നാണ് ഷെയ്ഡ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ലൈക്ക് ഒരു ന്യൂഡ് പിങ്ക് ഷെയ്ഡാണ്. ആൻഡ് അത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കാണുന്നവർക്കാണെങ്കിൽ എൻ്റെ അറിയാം. ലൈക്ക് എൻ്റെ സെക്കൻഡ് ഫേവറേറ്റ് എന്ന് പറയുന്നത് സ്വിസ് ബ്യൂട്ടീൻ്റെ ക്യൂട്ട് ന്യൂഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രൗണിഷ് ന്യൂഡ് ലിപ്സ്റ്റിക് ആണ്. അതുപോലെ ന്യൂഡ് ലിപ്സ്റ്റിക്കിൻ്റെ ഒരു കളക്ഷൻ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ അതൊന്ന് പോയി ചെക്ക് ചെയ്യണം കേട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും ലിങ്ക് കൊടുക്കാം. ഓക്കെ, വാട്ട് ഇൻസ്പയർ യു ടു ക്യാപ്ചർ ദ വീഡിയോസ് ആൻഡ് പ്ലീസ് ഗീവ് സം ടിപ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ജസ്റ്റ് ഇങ്ങനെ വീഡിയോസ് ഒക്കെ എടുത്ത് ഇങ്ങനെ എഡിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് തന്നെയാണ് എന്നെ ഇൻസ്പയർ ചെയ്യുന്ന കാര്യങ്ങൾ. ലൈക്ക് ഞാൻ ഒരുപാട് ഇങ്ങനെ വ്യൂവേഴ്സിന് വേണ്ടി മാത്രം ചെയ്യുന്നതല്ല, എൻ്റെ ഒരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ടിപ്സ് പറഞ്ഞാൽ എല്ലാവരും എന്നോട് ഇങ്ങനെ ചോദിക്കും എങ്ങനെയാണ് എനിക്ക് എന്താ കോണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്, ലൈക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. നല്ല വെട്ടമുള്ള ടൈമിൽ, നല്ല ഗുഡ് ലൈറ്റിംഗ് ഉള്ള ടൈമിൽ മാത്രമാണ് ഈ വീഡിയോസ് എടുക്കാറുള്ളൂ. ആൻഡ് നമുക്കൊരു 100% എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള വീഡിയോസ് മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്യാറുള്ളൂ. കാരണം അത് എനിക്ക് തൃപ്തിയില്ലാണ്ട് എനിക്ക് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലൈക്ക് എൻ്റെ ഒരു ചാനലിൽ, എൻ്റെ ഒരു പേജിലെല്ലാം എനിക്കതൊരു ഡിഗ്രേഡ് ആവുന്ന പോലെ തോന്നാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ നല്ല വെട്ടമുള്ള ടൈമിൽ എടുക്കുക, നല്ല ക്യാമറയൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് എടുക്കുക. ലൈക്ക് ഏത് ഫോൺ യൂസ് ചെയ്താലും ക്യാമറ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് എടുക്കുക. അല്ലാതെ ഞാൻ കുറേ പേര് വീഡിയോസ് കാണുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട്, കാരണം ഇങ്ങനെ ഒരു മങ്ങൽ ഫീൽ ചെയ്യാറുണ്ട്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമ്മൾ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് തന്നെ നല്ലോണം ക്യാമറ ഒന്ന് നല്ലൊരു ടിഷ്യൂ അല്ലെങ്കിൽ ലൈക്ക് നല്ലൊരു ടവൽ വെച്ചിട്ട് വൈപ്പ് ചെയ്യുക. അതൊക്കെ തന്നെയാണ് ഒരു സിമ്പിൾ ടിപ്സ്. ദെൻ ഇനിയിപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ തീരാൻ പോവാണ്.
ഓക്കെ, വിച്ച് ആപ്പ് ഡു യു യൂസ് ടു എഡിറ്റ് വീഡിയോ? വീറ്റ. ഞാൻ എല്ലാവരോടും പറയുന്ന പോലെ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് വീറ്റ ആപ്പാണ്. VN എഡിറ്റ് ചെയ്യും, ഇൻഷോട്ടിൽ എഡിറ്റ് ചെയ്യും. ഇൻഷോട്ടാണ് യൂസർ ഫ്രണ്ട്ലി, ബട്ട് എനിക്ക് വീറ്റയാണ് ഇഷ്ടം. വീറ്റയിൽ ഒരുപാട് ഫോൺസ് ഉണ്ട്, ലൈക്ക് ഭയങ്കര സ്റ്റൈലിൽ നമുക്ക് വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ പറ്റും. എന്താ ഇപ്പോൾ ചെയ്യുന്നത്? പഠിക്കുവാണ്. ഇതിനൊക്കെയുള്ള ആൻസർ ഞാൻ പറഞ്ഞിട്ട്. ഹൗ ഡു യു ഐഡിയ ബിഫോർ ഷൂട്ടിംഗ് എ റീൽ? ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് എനിക്കിപ്പോൾ ഇന്ന് ഷൂട്ട് ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി തലേന്ന് ഞാനിങ്ങനെ പ്ലാൻ ചെയ്യും, ഇന്ന് എന്തായാലും മോർണിംഗ് വീഡിയോ ഇങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ ഈവനിങ് വ്ളോഗ് ഷൂട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഞാൻ തലേന്ന് കിടക്കുന്നതിന് മുമ്പ് തന്നെ നോട്ട്സിൽ കുറച്ചൊന്ന് കീപ്പ് ചെയ്ത് വയ്ക്കും. അപ്പോൾ അങ്ങനെയാണ് ലൈക്ക് വീഡിയോ എടുക്കുന്നത്. അതല്ലാണ്ട് പിന്നെ അങ്ങനെ മാത്രമല്ല, നമുക്ക് കാണുമ്പോൾ ഇതിപ്പോൾ എടുക്കാൻ തോന്നിയാലും അങ്ങനെ എടുക്കും. അല്ലാണ്ട് ഒരു പ്രിപ്പറേഷനോ പ്ലാനിങ്ങോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഓൾവേസ് സ്കിൻ കെയർ. ഞാൻ എന്തായാലും സ്കിൻ കെയർ വീഡിയോസ് ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾ കുറേ പേര് ചോദിക്കുന്നുണ്ട് സ്കിൻ കെയറിൻ്റെ കാര്യം. ഷുവർലി ഞാൻ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഇനി ഫേവറേറ്റ് സ്പോട്സ് ഇൻ ബഹ്റൈൻ? ബഹ്റൈൻ ഒരു ചെറിയ രാജ്യമാണ്. അവിടെ നമുക്ക് ഒരുപാടൊന്നും ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനൊന്നും ഇല്ല. നമ്മൾ ഒരു 1 വീക്കിനുള്ളിൽ കണ്ടു തീർക്കാവുന്നൊക്കെ സംഭവങ്ങളെ കൂടുതലും ഉള്ളു. പിന്നെ എനിക്ക് അവിടെ അംവാജ് ഐലൻഡ് എന്ന് പറഞ്ഞൊരു ഐലൻഡ് ഉണ്ട്. എനിക്ക് അവിടെ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതെനിക്ക് കാണണമെന്ന് ആഗ്രഹമുള്ളൊരു സ്ഥലമാണ്. അതല്ലാണ്ട് ഒരു ഫേവറേറ്റ് സ്പോട്ട് ചോദിച്ചാൽ ലൈക്ക് ബഹ്റൈൻ ബേ ഒരു എൻ്റെ ഫേവറേറ്റ് സ്പോട്ടാണെന്ന് പറയാം. ഞാൻ പോകണം. അപ്പോൾ നമ്മളുടെ Q&A വ്ലോഗ് അവസാനിക്കാൻ പോകണം. ലൈക്ക് എൻ്റെ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, ഇത് എനിക്ക് ചോദിച്ചപ്പോൾ എനിക്ക് എന്താണെന്നൊക്കെ കാര്യം മനസ്സിലായിട്ടില്ല, എന്നാലും ഞാൻ പറയാം. വൈ യു ഗോട്ട് സോ മെനി ലൈക്സ് ഇൻ ഓംലേറ്റ് മേക്കിംഗ് വീഡിയോ? ഓംലേറ്റ് മേക്കിംഗ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് ഓംലേറ്റ് മേക്കിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിൽ. ബട്ട് എന്തുകൊണ്ടാണ് ഒരു ഓംലേറ്റ് മേക്കിംഗ് വീഡിയോയിൽ ഇത്രയും ലൈക്ക് കിട്ടിയെന്ന് ചോദിച്ചാൽ, ഇത് പോസിറ്റീവായിട്ട് ചോദിച്ചാണോ നെഗറ്റീവായിട്ട് ചോദിച്ചാണോ എനിക്ക് അറിയില്ല. എനിക്ക് ചോദിച്ച ആളോടൊരു ദേഷ്യമില്ല, ഒന്നുമില്ല. ബട്ട് നിങ്ങൾ കാണുന്നവർക്ക് ഉള്ളതുകൊണ്ടായിരിക്കും ഒബ്വിയസ്ലി ആ വീഡിയോക്ക് ലൈക്ക് കിട്ടിയിട്ടുണ്ടാവുക. അതല്ല, ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ ഒബ്വിയസ്ലി ഞാൻ ലൈക്ക് ചെയ്യില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളവർക്ക് ഉള്ളത് കൊണ്ടായിരിക്കാം ലൈക്ക് ചെയ്തിട്ടുണ്ടാവും. അത് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ എല്ലാം ഒരു എഫേർട്ടല്ലേ, നമ്മളെല്ലാവരും ഒരു വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ലൈക്ക് ഒക്കെ നല്ല ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ്. ഇപ്പം ഞാൻ ഫോൺ മാറ്റിയിട്ടുണ്ട്, സ്വിച്ച് ചെയ്തിട്ടുണ്ട്. കാരണം ഹസ്ബൻഡ് ഫോണാക്കി, കാരണം ഇവിടെ ടെമ്പറേച്ചറായി, അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ അലാം വരെ വന്നു ഫോണിൽ, കണ്ടോ. അപ്പോൾ അതാണ് ഞാൻ ഫോൺ മാറ്റിയിട്ടുണ്ട്, ക്ലാരിറ്റി. അപ്പോൾ എൻ്റെ ഒരു Q&A വ്ളോഗ് ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പോകണം. ഇന്ന് ഒരുപാട് പ്ലാൻസ് ഉണ്ട്. ലൈക്ക് ഇനിയും ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇന്ന് ഞങ്ങൾ ആക്ച്വലി പാലക്കാട് പോവാണ്. പാലക്കാട് ടു ഊട്ടി. പാലക്കാട് കസിൻസിൻ്റെ വീടുണ്ട്, അവിടെ പോയി പിന്നെ 1 day or 2 day ഊട്ടിയിൽ അങ്ങനെയൊക്കെ എക്സ്പ്ലോർ ചെയ്യും. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് ഈ ആഴ്ച തന്നെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമാണെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസോ ഫീഡ്ബാക്സോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. കുറച്ചൊന്ന് ബേസിക് ആയിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.